ബീന ആന്റണി, ഞാൻ ഒരു കാര്യം പറയാൻ പോവാ. പറയൂ സർ. ഒരുപാട് കണ്ണീർ പരമ്പരകളില് ബീന ആന്റണിയെ കണ്ട് ആളുകൾ കരഞ്ഞ് വശം കിട്ടുന്നുണ്ട്. പണ്ട് അപ്പൊ പണ്ട് ഇപ്പോഴല്ല, കുറച്ച് എന്നാലും പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മ വരും. ബീന കണ്ടാലും ഓർമ്മ വരും. ജസ്റ്റിനിക്ക് അത്രയും അപകടം പറ്റിയിട്ടില്ല. ഇന്ന് നമ്മളത് പൊളിക്കും. നമ്മൾ ആ ഒരു ഇമേജ് കാത്തു സൂക്ഷിക്കുന്നു. ഇനിയിപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഡിയൻസ് അറ്റ് മലയാളം ഫിലിം ഹാസ് എവർ സീൻ, വെൽക്കം ബീന ആന്റണി എന്നൊക്കെ പറഞ്ഞ് കേട്ടോ, എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലൊക്കെ ആൾക്കാർ വിളിക്കുന്നൊക്കെ ഞാൻ എന്റെ സ്വപ്നത്തിൽ കാണുന്ന കാര്യമാണ്. കോമഡി അഭിനയിച്ചില്ലെങ്കിലും ആദ്യകാലങ്ങളില് ഹ്യൂമർ ഒരുപാട് ആസ്വദിക്കുന്ന അതൊക്കെ നമുക്ക് ഇന്ന് ആവശ്യം വരുന്നു. സാർ, എനിക്കൊരു കോമഡി ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജഡ്ജസിനെ എനിക്കൊന്ന് അതിന്റെ ജഡ്ജസിനെ എനിക്കൊന്ന് കാണണം. ഓക്കെ, സാറിന് അറിയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോമഡി ചെയ്യാനോ. അത് രസം, അത് ചെയ്തു തീർക്കാൻ വലിയ പാടാ. പക്ഷെ ചെയ്തു തീർന്നാൽ ഒന്നി നാട്ടക്കേസാവും, അല്ലെ സൂപ്പർ ഹിറ്റ്. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ജസ്നിക്കാന് സോഷ്യൽ മീഡിയ ഭയം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് ചെറുങ്ങനെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കുന്ന ചെറുങ്ങനെ ചെറുതായിട്ടുണ്ട്. നമ്മളിപ്പോ എവിടെങ്കിലും എന്തെങ്കിലും ആലോചിച്ചായിരിക്കും നിക്കാ, എന്താണ് ഇയാള് ഭയങ്കര സീരിയസ് ആണോ ശരിക്കും, ടിവിയിൽ ഇങ്ങനെ ഒന്നുമല്ലല്ലോ എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മള് ഒതുങ്ങി എവിടെങ്കിലും. എന്തിനാ ജസ്നി ഇങ്ങനെ ഒതുങ്ങുന്നത്? ഇനി വയസ്സാം കാലത്ത് ഒതുങ്ങിട്ട് എന്താ കാര്യം? ഞാന് ചെറുപ്പകാലത്ത് ഇപ്പൊ എത്ര സിനിമയായി എല്ലാം കൂടെ? ഞാനൊരു 100 കഴിഞ്ഞു. ഗണ്ടാശ്ശേരി വീട്ടിൽ വരാൻ സമയമായല്ലോ. ഒരിക്കലും വരില്ല, ബാങ്കിലൊന്നുമില്ല. അത് കഷ്ടമായി. അവർക്ക് എന്തൊരു വിഷമം ഉണ്ടാവും. ഇപ്പൊ സാർ ഒരു കാര്യം, ഇവളിങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവള് ക്യാഷ് ഇട്ടേക്കണ ബാങ്കുകാരൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്ന 4 കോടിയോ അല്ലേ? കോടികൾ ഒരുപാടും ലക്ഷങ്ങളല്ല, ജീവിച്ചു പോകാൻ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട്, അതാണ് മരണം വരെ, അത് മതി. ഈ നിങ്ങൾ രണ്ടുപേരുടെ നമുക്കൊരു ഭീഷണിയായി എന്ന് പറഞ്ഞു. നമ്മൾ ഈ വളരെ ബുദ്ധിമുട്ടി ചാനൽ നടത്തി ജീവിക്കുക. അപ്പൊ നമ്മൾ അറിഞ്ഞു യൂട്യൂബിൽ എന്താണ് തെസ്ബീൻസ്, അവിടെ എന്താണ് ബീൻസ് വെട്ടുന്നാണോ? എന്താ പരിപാടി? തെസ്നിക്കാനും ബീനയും കൂടെ ചേർന്നുള്ള അല്ലേ? നിങ്ങൾ രണ്ടുകൂടെ ചേർന്ന് ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഞങ്ങൾ 1 വർഷത്തോളം പോയി. അല്ല, ഈ കോവിഡ് പല ദുരന്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അല്ല, അതിന് മുന്നേ ആയിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾ തന്നിട്ട്, പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ചെറിയ എമൗണ്ട് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കാശ് വെച്ചിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ ഞങ്ങൾ ആദ്യമൊക്കെ ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കിയിട്ട്, ബിരിയാണി ഉണ്ടാക്കി, അല്ലാത്ത ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് റോഡ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അല്ല, റോഡിൽ ഇരിക്കുന്ന കുറെ പേരുണ്ടാവില്ല, കല്ലൂർ ബസ് സ്റ്റാൻഡ്, ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. ആ സമയത്ത് പൈസ ഉണ്ട്. ഞങ്ങൾ ഒത്തിരി കുറെ ഒന്നും ചെയ്തിട്ടില്ല. കിട്ടിയ പൈസന്ന് ഒരു 40% ഞങ്ങള് നല്ല കാര്യങ്ങൾ. പക്ഷെ ഇതോടെ ഉണ്ടല്ലോ, ഇത് വൈറലാവും. നിങ്ങൾ ഏറി നിൽക്കുന്ന മാത്രമല്ല, നിങ്ങളുടെ ഈ തെസ്ബീൻസ് എന്നുള്ള ചാനല് സൂപ്പർ ഹിറ്റ് ആവാൻ പോവാ. അങ്ങനെ അപ്പൊ അതിനർത്ഥം നമ്മുടെ കട അടയ്ക്കുന്നുള്ള ജീവൻ വെച്ചിട്ട്. ഞാൻ പറഞ്ഞറിയോ, നിങ്ങൾ ഒരിക്കലും രണ്ടുപേരുടെ, നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ആർട്ടിസ്റ്റുകളാണല്ലോ. ഒരു ദിവസം ഒരു ഇതൊക്കെ കൂട്ടി എന്ന് പറഞ്ഞ ഒരു സാധനം അങ്ങോട്ട് കയറ്റി വിട്ട് പ്രൊമോ ഒക്കെ അടിച്ചാലുണ്ടല്ലോ, ഒറ്റ കയറ്റമായിരിക്കും. ഒരു ഒറ്റ പോക്കിന് 185K കേട്ടോ. അത് 185 2 സ്റ്റെപ്പ് ഇട്ടാ കിട്ടും സാറേ. അത് ബീനയിലെ 2 സ്റ്റെപ്പ്, പഴയ ആ 2 സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. ബീന പണ്ട് മഞ്ഞുമല് ബീന ആന്റണി ആയിട്ട് നടന്ന ബീന മഞ്ഞുമൽ എന്ന് പറഞ്ഞ കാര്യം, അവിടെ അന്ന് ഡാൻസ് പഠിച്ചല്ലോ. ഞാൻ ഡാൻസ് പഠിച്ചില്ല സാർ. കാലം പഠിച്ചെന്ന് പറഞ്ഞു. ഒരു മാസം 2 മാസം. കാര്യം ബീനെ ഡാൻസ് പഠിപ്പിച്ച ഒരാളെ ഞാൻ ബസ് സ്റ്റാൻഡ് വെച്ച് കണ്ടുമുട്ടി. അങ്ങനെ ഡാൻസ് മാസ്റ്ററാ. അപ്പൊ ഡാൻസ് മാസ്റ്ററോട് ഞാൻ ചോദിച്ചു, മാസ്റ്റർ ജീവിതമൊക്കെ എങ്ങനെ പോന്നു? ഇനി എന്താ പറയാ, മാസ്റ്റർ അല്ല, അത് ടീച്ചറായിരുന്നു, ലളിത എന്ന് പറഞ്ഞ. ഉറപ്പാണോ? മാസ്റ്റർ ഇപ്പൊ ആ വഴി കണ്ട മാസ്റ്റർ. അയ്യോ, അങ്ങനെ എന്നോട് ആ ആദ്യം പഠിപ്പിച്ച സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു. നല്ല ഉള്ളിൽ ഭയങ്കര എനിക്ക് ആഗ്രഹമായിരുന്നു, പക്ഷെ പറ്റിയില്ല. അത് ഞാൻ ഈയിടെ മഞ്ഞുമൽ പോയി. പിന്നെ നമ്മുടെ മോർണിംഗ് ഷോ ഇല്ല, ഈ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിനു ശേഷമുള്ള ആളുകളെ കണ്ടുപിടില്ല. ബീനയുടെ ഒരാളൂടെ ഉണ്ടായിരുന്നു, ബീനയുടെ ബ്രദറോ കസിൻ ബ്രദർ അല്ലേ, അതിന്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു കക്ഷിയായിരുന്നു. മഞ്ഞുടെ പോയതാ. ഈ സലീം കുമാറിന്റെ മോൻ ചെയ്തില്ലേ, സലീം, അവൻ ചന്തു ചെയ്ത ക്യാരക്ടറാണ് ഇവൻ ചെയ്തതല്ലേ? ഓക്കെ. അപ്പം കുഴി വീണതിൽ കുടുംബത്തെ ഒരാളുണ്ട്. നമ്മള് വേറെ ഏതെങ്കിലും കുഴി വീണിട്ടുണ്ടോ? ഏതൊരു കുഴി വീണ കഥയുണ്ട്? തെസ്നിയല്ല,
ബീന ഏതൊരു കുഴി വീണ്ടുണ്ട് അല്ലേ? എല്ലാ കഥ അറിയാലേ ഇത്? പക്ഷെ അല്ല, ഞാൻ കുഴിയിൽ വീഴുമ്പോ ഞാനുണ്ടേ. അവള് ഓ എവിടെ ആരെങ്കിലും കുഴി വീഴുന്നതിന്റെ വരാൻ അല്ല, ചിന്തിക്കുന്നു. ഒരു പ്രോഗ്രാം സമയത്തല്ലോ വീണത് കുഴി. ഏത് കുഴിയിലത്? എടപ്പാളില് വലിയൊരു മെഗാ ഷോ നടക്കാണ്. എനിക്ക് നാദൃശ്യയുടെ വലിയ ഷോ. വലിയ ഷോയാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഡാൻസേഴ്സ് അന്നത്തെ സിനിമാറ്റിക് ഡാൻസ്. അമേരിക്കയിലൊക്കെയാണ് അവനാണ് ഞങ്ങളുടെ മാസ്റ്റർ. അവൻ തന്നെ ഹീറോ ഞങ്ങളുടെ. അപ്പൊ ഞാനും ആദ്യം അവനും കൂടെ അന്നത്തെ ഹിറ്റ് പടം മുതൽവനെ ആ സോങ് ആണ്. അപ്പൊ ഞാനും അവനും കൂടെ ആദ്യം ഒരു സെക്ഷൻ ഡാൻസ് ചെയ്യും. എന്നിട്ട് ഞാൻ പതുക്കെ ഡാൻസ് ചെയ്ത് ബാക്കിലേക്ക് മാറും. അപ്പൊ ടെസ്നിയും ടെൻസനും കൂടെ ഫ്രണ്ടിലേക്ക് കയറും. അപ്പൊ ഞാൻ റെസ്റ്റ് എടുക്കണമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പോയിട്ട് അപ്പൊ ഇത് ഒന്നാമത് ഇത് അങ്ങനെ റെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട് പിന്നെ. സ്റ്റേജ് എന്ന് പറയുന്നത് നല്ല ഹൈറ്റാ, കെട്ടിയ സ്റ്റേജ് ആണ്. താഴത്ത് വേണമെങ്കിൽ 2 കാറൊക്കെ പാർക്ക് ചെയ്യാം. അല്ല നല്ല ഇങ്ങനെ ഹൈറ്റ്, നല്ല ഹൈറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് സ്റ്റേജിന്റെ ഈ ഒരു കെട്ടിയ ഭാഗമുണ്ടല്ലോ, അവിടേക്ക് ഞാൻ മാറി നിൽക്കണമല്ലോ, സൈഡിലേക്ക് ഡാൻസ് ചെയ്യാനല്ലോ. ഞാൻ പിന്നെ അവിടെ പോയി ഇവള് പോയിട്ട് ഇവള് നേരെ സ്ട്രെയിറ്റ് ആ മോളിൽ നിന്ന് താഴത്തേക്ക് വീഴാണ്. ഞങ്ങൾ കാണില്ല, ഇല്ല ഒന്നുമില്ല, ശബ്ദമില്ല. അല്ല ഇവര് ഡാൻസ് ഞങ്ങളിവിടെ മുതൽവനെ ഉന്നെ ബീന ഇവിടെ കാണില്ലല്ലോ. അടുത്ത സ്റ്റെപ്പിന് ബീരനെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോട്ട് ഭാരവാഹികൾ അതേപോലെ ഉണ്ട്. ചേരക്കിട്ട് പൊക്കി 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 മേളി കൊണ്ടുവന്നു. ഏതിന്റെ ഒരു സൈഡിന്റെ ഇടയ്ക്കൂടെ ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങനെ. പക്ഷെ ആ വീഴ്ച എന്ന് പറഞ്ഞ അയ്യോ കാലിലൊക്കെ നീ വെച്ചു. അത്ര അടിയിലേക്ക് ഞാൻ നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നങ്ങ് വീണു. അങ്ങനത്തെ ഒരു വീഴ്ച പുസ്തകത്തിൽ എഴുതായിരുന്നു. എടപ്പാളായതുകൊണ്ടേ കൂടുതലും ഈ മുസ്ലിം സെന്റർ ആയതുകൊണ്ട് ഒരുപാട് താത്താത്തമാരൊക്കെ ഇരിപ്പുണ്ട് ഫ്രണ്ടില്. അപ്പൊ ഞാൻ കളിക്കുമ്പോ അവിടുന്ന് പറയുന്നു പടച്ചോനെ എന്താണത്. അപ്പൊ ഞാനോടത്ത് എന്റെ സ്റ്റെപ്പ് തെറ്റിട്ടാണ് ഇവര് പടച്ചോനെ വിളിക്കുന്നത്. നോക്കുമ്പോ ഇവള് വീണത് ഇവര് കാണുന്നുണ്ടേ. അതാണ്